എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ശ്രീലക്ഷ്മി MS ആണ്. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് രാധാകൃഷ്ണൻ സാറാണ് കേട്ടോ. രാധാകൃഷ്ണൻ ബാഹുലെ. അദ്ദേഹത്തിന്റെ സ്നേഹത്തോടെ ഞാൻ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. അദ്ദേഹത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 2017 ഒരു കാര്യം പറയാം. സ്ട്രോങ് മാൻ ഓഫ് കൊല്ലം അല്ലെ? സ്ട്രോങ് മാൻ ഓഫ് കൊല്ലം മാസ്റ്റേഴ്സ്. അപ്പോ മനസ്സിലായല്ലോ, പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻ ആണ്. വർഷങ്ങൾ എനിക്ക് തോന്നുന്നു 1984 മുതൽ തുടങ്ങിയതാണ്. ഇന്ന് ഇപ്പൊ 2024 എത്തി നിൽക്കുമ്പോഴുള്ള ആ ഇത്രയും വർഷത്തെ കാര്യം, ഒരു 40-41 വർഷത്തെ കഥയുണ്ട് പറയാനായിട്ടല്ലേ? നമുക്കൊന്ന് കേട്ടു തുടങ്ങിയാലോ? എങ്ങനെയാണ് ഈ സ്ട്രോങ് മാൻ ആയത് എന്നുള്ളത്? നമ്മുടെ മാസ്റ്റർ സ്ട്രോങ് മാൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ വെയിറ്റ് നമ്മൾ ചെയ്യുന്നതിന്റെ അനുസരിച്ച്, ഞങ്ങൾ മാസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ 40 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെയാണ് മാസ്റ്റേഴ്സ് ആയിട്ട് നമ്മൾ ചെയ്യുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ വെയിറ്റ് ഉയർത്തുന്ന വ്യക്തിയാണ് സ്ട്രോങ് മാൻ ആയിട്ട് എടുക്കുന്നത്. അതിനും ഒരു ബോഡി വെയിറ്റ് കാറ്റഗറി ഉണ്ട്. അതായത് നമ്മുടെ സ്വന്തം ബോഡി വെയിറ്റിനേക്കാൾ കൂടുതൽ എത്ര കിലോ ഉയർത്തുന്നു അതിന്റെ ആനുപാതികമായിട്ടാണ് മാസ്റ്റേഴ്സ് സ്ട്രോങ് മാനെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോ നമുക്ക് എത്ര ബോഡി വെയിറ്റ് ഉണ്ട് അതിന് ഇരട്ടിയായി അതിന്റെ അത് ആ ബോഡി വെയിറ്റ്, കുറച്ച് ബോഡി വെയിറ്റിൽ നിന്നുകൊണ്ട് കൂടുതൽ വെയിറ്റ് ഉയർത്തുക എന്നുള്ളതാണ്. എത്ര വരെ ആയിട്ടുണ്ട് ഇപ്പൊ? ഞാന് നമ്മുടെ ഈ പവർ ലിഫ്റ്റിങ്ങിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് 2 സെക്ഷനാണ്. ഒന്ന് ക്ലാസിക് പവർ ലിഫ്റ്റിംഗ് എന്ന് പറയും, പിന്നെ ഒന്ന് എക്യുപ്പേഡ് എന്ന് പറയും. എക്യുപ്പേഡ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് നമ്മൾ കോസ്റ്റ്യൂംസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് ഒരു സെക്ഷനാണത്. അതായത് നീ ബാൻഡേജ്, അതിന് മുട്ടിന് പരുക്കൊന്നും സംഭവിക്കാതിരിക്കാൻ കിട്ടുന്ന നീ ബാൻഡേജ്, പിന്നെ നമ്മൾ സ്കോട്ട് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു സൂട്ടുണ്ട്. അതായത് നമുക്ക് ഡിസ്കിന് കംപ്ലൈന്റ് ഒന്നും വരാതെ നമ്മൾ എത്ര കിലോ വെയിറ്റ് എടുത്തുകൊണ്ട് സെറ്റ് ചെയ്യുന്ന അതിന് ആ ഒരു കോസ്റ്റ്യൂമാണത്. അപ്പം പിന്നെ അത് ബെഞ്ച് സൂട്ട്, ബെഞ്ച് പ്രസ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സൂട്ടാണ്. അതിന് നമ്മൾ എക്യുപ്പേഡ് ചാമ്പ്യൻഷിപ്പ് എന്ന് പറയും. എക്യുപ്പേഡ് കോമ്പറ്റീഷനിൽ ഞാൻ ഒരു സ്കോട്ട് 160 കിലോ വരെ മാസ്റ്റേഴ്സിൽ ഈ കഴിഞ്ഞ നമ്മള് ഡിസംബർ മാസം മഹാരാഷ്ട്രയിൽ വെച്ച് നടന്ന മത്സരത്തില് ബെഞ്ച് പ്രസ് 70 കിലോ, ഡെഡ് ലിഫ്റ്റ് 160 കിലോ. ഇത്രയാണ് ഉയർത്തി സർട്ടിഫിക്കറ്റ് ആണ് ഞാൻ മാഡത്തിന് അയച്ചു തന്നത്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഏതൊക്കെ ഇതില് പങ്കെടുത്തിട്ടുണ്ട് ഇതുവരെ? ഞാൻ ഇപ്പോഴും പറഞ്ഞാല് ജില്ല, സ്റ്റേറ്റ്, നാഷണൽ. നാഷണൽ ആണ് നിൽക്കുന്നത്. ഇനിയിപ്പോ നമുക്ക് മെയ് മാസം ഡൽഹിയിൽ വെച്ച് നടക്കുന്ന വീണ്ടും ഒരു മാസ്റ്റേഴ്സിന്റെ ചാമ്പ്യൻഷിപ്പ് ഉണ്ട്. അതിൽ പങ്കെടുക്കണമെന്നുള്ള ആഗ്രഹമുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്താണ് നമുക്ക് 84 പോവാം അല്ലേ? വർഷങ്ങൾ കുറച്ചൊന്ന് പുറകിലേക്ക് പോകുമ്പോ 84 ഒരു തുടക്കം എങ്ങനെയായിരുന്നു? 84 ഞാൻ ആദ്യം റെയിൽവേ ജിമ്മിലാണ്. റെയിൽവേ ജിം എന്ന് പറഞ്ഞ് നമ്മുടെ സ്റ്റേഡിയത്തിൽ എന്റെ അടുത്തൊരു ജിം ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് തുടങ്ങുന്നത്. അത് കഴിഞ്ഞ ശേഷം 88 കോമ്പറ്റീഷൻ രംഗത്തേക്ക് ആദ്യമായിട്ട് വരുന്നത്. കോമ്പറ്റീഷൻ ഫസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നത് നമ്മുടെ കൊല്ലം ജില്ലാ മീറ്റിലായിരുന്നു. കൊല്ലം ജില്ലാ മീറ്റിൽ അടുപ്പിച്ച് 6 വർഷം കൊല്ലത്ത് കാറ്റഗറിയിൽ ഫസ്റ്റ് ആയിരുന്നു. എവിടെ പോയാലും ചാമ്പ്യനാണ് അല്ലേ? ദൈവത്തിന്റെ അനുഗ്രഹം. അത് കഴിഞ്ഞതിന് ശേഷം സ്റ്റേറ്റ് 5 വർഷം. 94 വിവാഹം കഴിഞ്ഞു. കുറച്ച് കാലം ഇതിന്റെ ഒരു ഇടവേള ഉണ്ടായിരുന്നു. ഒരു 5 വർഷക്കാലം സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടും മറ്റ് ജീവിത പ്രാരബ്ധങ്ങൾ കൊണ്ട് കുറച്ചുകാലം വിട്ടുനിന്നു. എന്നാലും വർക്കൗട്ട് ചെയ്യുമായിരുന്നു. മത്സരരംഗത്ത് നിന്ന് വിട്ടുനിന്ന് മാത്രമേ ഉള്ളൂ. വർക്കൗട്ട് തുടർന്നുകൊണ്ടേയിരുന്നു. ഇപ്പം അടുപ്പിച്ചൊരു 15 വർഷം കൊണ്ട് ഇതിനകത്ത് മാസ്റ്റേഴ്സിൽ 15 വർഷം കൊണ്ട് കൊല്ലം ജില്ലയിൽ ഫസ്റ്റ് ആണ്. ഇപ്പൊ ഈ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം പിന്നെ 2021, 22, 23 ഈ കാലഘട്ടങ്ങളിലെല്ലാം ഫസ്റ്റ് ആണ്. കൊല്ലം ജില്ലയിൽ ഫസ്റ്റ് ആണ്. പിന്നെ എറണാകുളത്ത് 2023 എറണാകുളത്ത് സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിൽ 3rd പ്രൈസ് ഉണ്ടായിരുന്നു. ഇത് ഈ ഒരു പവർ ലിഫ്റ്റ് എന്ന നിലയിൽ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ തോന്നിയിട്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം എന്തായിരുന്നു? സ്വന്തമായിട്ട് പേഴ്സണൽ ലൈഫിൽ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ ഒരു പ്രൈസും കാര്യങ്ങളൊക്കെ കിട്ടി. പത്രത്തിൽ നമ്മുടെ ഫോട്ടോസും കാര്യങ്ങളും വരുമ്പോൾ നമ്മൾ 10 പേര് അറിയപ്പെടുന്നുണ്ട്. നമ്മളെ കാണുമ്പോഴത്തേക്ക് അത് നമ്മുടെ പത്രത്തിൽ കണ്ടിരുന്നല്ലോ, സാർ ഇപ്പോഴും ഇങ്ങനെ ചെയ്യുന്നുണ്ടോ എന്നൊക്കെയുള്ള. പിന്നെ എന്റെ കുടുംബത്തിൽ നിന്ന് എനിക്ക് ഒരുപാട് സപ്പോർട്ട്. ഇതല്ലാതെ എപ്പോഴെങ്കിലും ഒരു കുറച്ച് നെഗറ്റീവ് ഇങ്ങനെ ചിന്തിക്കുന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടോ എന്ന് എപ്പോഴെങ്കിലും ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാവില്ല? ഇല്ല, അങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല. പിന്നെ ഈ മാസ്റ്റേഴ്സിൽ വന്നതിന് ശേഷമാണ് എനിക്ക് കുറച്ചുകൂടെ ഒന്ന് പ്രചോദനം കിട്ടിയത്. കാരണം മരുമക്കളൊക്കെ നല്ല സപ്പോർട്ടിങ് ആണ്. അവരുടെ പിന്തുണയാണ്. മക്കളും മരുമക്കളും പിന്നെ കുടുംബം എന്നുള്ള എല്ലാവരുടെയും പിന്തുണയാണ്. ഇപ്പം ഈ മഹാരാഷ്ട്രയിൽ പോകാനും ഇപ്പൊ ഗോവയിൽ പങ്കെടുക്കാൻ പോകാനും എല്ലാം എനിക്ക് ഒരു ആത്മധൈര്യം തന്നവരാണ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഇത് ഓരോന്ന് കഴിഞ്ഞു വരുമ്പോഴുള്ള ആളുകളുടെ ഒരു പ്രതികരണം, സ്നേഹമൊക്കെ കാണുമ്പോഴാണ് അടുത്ത പ്രാവശ്യവും. തീർച്ചയായിട്ടും മേഡം, അങ്ങനെ തന്നെ. തീർച്ചയായിട്ടും നമുക്ക് ഇപ്പം നമ്മുടെ മഹാരാഷ്ട്രയില് ഡിസംബറിൽ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കുള്ള ആളുകളുടെ ആ ഒരു നമുക്ക് കിട്ടുന്ന ഒരു സ്വീകരണവും
നമ്മളെ കാണുമ്പോൾ അവർക്കുള്ള ഈ ഒരു പ്രായത്തിൽ നിങ്ങൾ ഇങ്ങനെ ഇത് കൈവിടാ ചെയ്യുന്നല്ലോ എന്നുള്ള ഒരു ഇത് പ്രചോദനം കിട്ടുമ്പോൾ നമുക്ക് വീണ്ടും അടുത്ത കോമ്പറ്റീഷനിൽ അറ്റൻഡ് ചെയ്യണം എന്നൊരു ആഗ്രഹം വീണ്ടും മനസ്സിലുണ്ടാവും. ഞാൻ തമാശക്ക് ഒരു കാര്യം ചോദിക്കട്ടെ. ഈ ബാങ്കിലാണെന്ന് പറഞ്ഞു, ബാങ്ക് ഉദ്യോഗസ്ഥനാണ് അല്ലെ, അവിടെ ഗോൾഡ് ലോൺ സെക്ഷനിലാണ്, ഏറ്റവും വിലയുള്ള സാധനമാണ്, അതിന്റെ ജോലിയാണ് ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത് അല്ലെ. വിലയുള്ള സാധനം കൊണ്ടാണ് ഈ സ്ട്രോങ് മാനെ ഏൽപ്പിച്ചത്. അതായിരുന്നു അതിന്റെ ഒരു ക്വാളിഫിക്കേഷൻ. ബേസിക് ക്വാളിഫിക്കേഷൻ ഒന്നും വേണ്ട, നമുക്ക് സ്ട്രോങ് മാനെ മതി. അല്ല, നമ്മുടെ ബാങ്കിലും എല്ലാവരും നല്ല പിന്തുണയാണ്. ആക്ച്വലി ഞങ്ങളുടെ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനൊക്കെ ഓരോ ചാമ്പ്യൻഷിപ്പിന് പോകുമ്പോഴും വളരെ സാമ്പത്തികപരമായിട്ട് ഒരുപാട് ചെലവുകളാണ്. എല്ലാം നമ്മൾ കയ്യിൽ നിന്ന് തന്നെ എടുത്താണ് പോകേണ്ടത്. അതുകൊണ്ടാണ് ഈ ഇടക്കാലങ്ങളിൽ നമ്മൾ ഈ കോമ്പറ്റീഷൻ്റെ ഒന്ന് വിട്ടു നിന്നത്. കാരണം നമ്മളിപ്പം ദൂരെ ഇവിടെ പോയാലും വണ്ടി ചെലവായാലും റൂം വാടകയായാലും നമ്മൾ ജിമ്മുകാരുടെ ആഹാരമൊക്കെ അറിയാമല്ലോ, ചെറിയ രീതിയിലുള്ള ഷാപ്പാടൊന്നും ആയിരിക്കത്തില്ലല്ലോ. നല്ല രീതിയിൽ ആഹാരം കഴിക്കണം. അപ്പൊ അതിന്റേതായ നല്ല രീതിയിലുള്ള വരും. ശരിക്കും എങ്ങനെയാണ് ഈ ആഹാരക്രമം നിങ്ങൾ നോക്കുന്നത്? ഞങ്ങൾ നോക്കുന്ന ഒരു ബോഡി ബിൽഡേഴ്സിനെ സംബന്ധിച്ചോളം അവർ ആഹാരക്രമങ്ങൾ വളരെയേറെ ചിട്ടയോടുകൂടി തീർച്ചയായിട്ടും. എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ജിമ്മില് വർക്കൗട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ 3-4 രീതിയുണ്ട്. ഫ്രീ വർക്കൗട്ട്, ഫ്രീ ആയിട്ടെന്ന് വെച്ചാൽ നമ്മൾ ഒരു എക്സസൈസിന് വേണ്ടിയിട്ട് പോയി ചെയ്യുന്ന ഒരു വർക്കൗട്ട് ഉണ്ട്. അതിന് നമ്മൾ അവർക്കൊരു ആ രീതിയിലുള്ള ഒരു ട്രെയിനിങ് ആയിരിക്കും കൊടുക്കുന്നത്. ആ രീതിയിലുള്ള ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് പ്രൊഫഷണൽ ആവുന്ന, ഇപ്പൊ ബോഡി ബിൽഡർ ആവണ്ട, ഒരു ലിഫ്റ്റർ ആവണ്ട എന്നുള്ള രീതിയിൽ അപ്പൊ അങ്ങനെയുള്ളവർക്ക് നമ്മൾ കൊടുക്കുന്ന ട്രെയിനിങ് എന്ന് വെച്ചാൽ ഒരു ബോഡി ഫിറ്റ്നസ് മാത്രം. അപ്പൊ അവർക്ക് ആ കൊടുക്കുന്നത് വർക്കൗട്ട് ഒന്ന് വേറെ. പിന്നെ ഒരു ബോഡി ബിൽഡർ എന്ന് പറഞ്ഞാൽ പ്രൊഫഷണൽ ആവാനാണ് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി എന്നുണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. അവരുടെ ശരീരത്തെ ഫാറ്റുകൾ കുറയ്ക്കുക, മാസ് തെളിയിക്കുക, കട്ടിങ്സ്, അതായത് പീസ് ഒക്കെ തെളിയിക്കുന്നതിനുള്ള വർക്കൗട്ടുകൾ അവർ നന്നായിട്ട് കഷ്ടപ്പെടണം. ഇപ്പൊ ഒരു ട്രെയിനർ കൂടിയാണ്, തീർച്ചയായും ഞാൻ ട്രെയിനർ കൂടിയാണ്. നമുക്കറിയാം ഇന്നിപ്പോ ജിമ്മിൽ വരുന്ന എല്ലാവരും ഈ പറയും പോലെ ഒരു ബോഡി ബിൽഡർ ആവാനോ ഒന്നും ആയിരിക്കില്ല. ശരീര സൗന്ദര്യം കാത്തു സൂക്ഷിക്കുക എന്നുള്ള ഉദ്ദേശം. ചിലപ്പോ വരുന്നവർക്കൊക്കെ ഈ പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ ഒക്കെ ഉണ്ടെന്ന്. ഇതൊക്കെ താങ്കൾ സാറിന് ഈ പറയുന്നത് ഈ ഒരു പ്രായമാവുകയാണ്, ഇത്രത്തോളം എന്തെങ്കിലും പ്രശ്നമുണ്ട്? ഇല്ല. എന്താ അതിന്റെ ഒരു നമ്മുടെ ഈ വർക്കൗട്ടിന് തന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പം ഇത്തിരി ബി പി ഉണ്ടെന്ന് അത് നമ്മുടെ സാഹചര്യം കൊണ്ടുണ്ടാവുന്നതാണ്. അല്ലാതെ മറ്റ് പ്രശ്നങ്ങളൊന്നും ദൈവസാഹചര്യം വരെ ഒന്നുമില്ല. നമ്മൾ നന്നായിട്ട് വർക്കൗട്ടിന്റെ ഗുണമാണ്. നമ്മളൊന്ന് മനസ്സിലാക്കണം, നമുക്ക് പല ആഹാരക്രമങ്ങളുണ്ട്, കഴിച്ചേ പറ്റുള്ളൂ അല്ലേ. അത് കഴിച്ചായിരിക്കും ഒരു ലെവലിലേക്ക് ആദ്യമൊക്കെ ബുദ്ധിമുട്ടായിട്ട് തോന്നും. ഇപ്പൊ പിന്നെ നമ്മൾ പൊതുവെ ഇപ്പം പിന്നെ നമ്മള് ബോഡി വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. കാരണം ഇത് കളിക്കുന്നതിന് ഓരോ കാറ്റഗറി ഉണ്ട്. ആ കാറ്റഗറി മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ നമ്മൾ ബോഡി വെയിറ്റ് കൂടാൻ പാടില്ല. ഇപ്പൊ ഞാൻ 66, 74 കാറ്റഗറിയിലാണ് കളിക്കേണ്ടത്. അപ്പൊ 74 നിന്നും നമ്മുടെ ബോഡി വെയിറ്റ് കൂടി കഴിഞ്ഞാൽ പിന്നെ അത് 83 കാറ്റഗറിയിലേക്ക് മാറും. ഉയർത്തുന്നതിനകത്ത് വ്യത്യാസം വരും. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഭക്ഷണക്രമം ആ സമയങ്ങളിൽ നമ്മൾ നല്ല രീതിയിൽ നോക്കി ബോഡി വെയിറ്റ് കൂട്ടാത്ത ഉള്ള രീതിയിലുള്ള ഭക്ഷണക്രമമായിരിക്കും അന്നേരം ചെയ്തത്. മാക്സിമം ചോറ് കുറയ്ക്കുക, പിന്നെ ബാക്കിയുള്ള കാർബോ കുറയ്ക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് ചെയ്യുന്നത്. പിന്നെ ഒരു ബോഡി ബിൽഡേഴ്സിനെ സംബന്ധിച്ചോളം അതല്ല, അവർക്ക് അതിലുപരിയായിട്ട് ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട്. ശരിയാണ്. അപ്പൊ നിങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണ്? ഞങ്ങളുടെ മെയിനായിട്ട് ഏറ്റവും കൂടുതൽ സാമ്പത്തിക ബുദ്ധിമുട്ട് തന്നെയാണ്. തീർച്ചയായിട്ടും പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം ഇത് നമ്മുടെ കൊല്ലത്ത് തന്നെ ഒരുപാട് നല്ല പ്രതിഭകളുണ്ട്. ഇവർക്കാർക്കും മുന്നോട്ട് വരാൻ പറ്റാത്തതിന്റെ ഒരു കാരണം ഈ ഒന്ന് സാമ്പത്തികം ഇത് തന്നെയാണ്. പിന്നെ രണ്ടാമെന്ന് പറഞ്ഞാൽ ഇതിന്റെയൊക്കെ കോസ്റ്റ്യൂമിനൊക്കെ ഭയങ്കരമായ വിലയാണ്. കാണുമ്പോൾ ഒരു സ്വിമ്മിംഗ് ഡ്രസ് പോലെ ആയിരിക്കും നമുക്ക് തോന്നുന്നത്. പക്ഷെ അതിന്റെ വില എന്ന് പറഞ്ഞാൽ അതിന്റെ ഫസ്റ്റ് ക്വാളിറ്റി സാധനത്തിന് വന്ന ഏകദേശം 15,000 രൂപ അല്ലെങ്കിൽ 25,000 രൂപ വിലയാണ് അതിന്റെ വില വരുന്നത്. അത് ഒരു സൂട്ടിന്റെ ആണ്. അത് നമ്മൾ സ്കോട്ട് ചെയ്യാൻ മാത്രം ഉപയോഗിക്കുന്ന ഒരു സൂട്ട്. കണ്ടാൽ ഒരു സ്വിമ്മിംഗ് ഡ്രസ് പോലെ ഇരിക്കും. അത് പിന്നെ ഡ്രസ് തന്നെ, പക്ഷെ അത് നല്ല ഫിറ്റ് ആയിരിക്കും ബോഡിയിൽ. നമ്മുടെ ഈ തൈസ് മസിൽ മുതൽ നമ്മുടെ ഷോൾഡർ വരെ നമ്മുടെ ബോഡി നല്ല നിസ്സാരമായ 500-1000 ഒന്നും അല്ല. പിന്നെ അതിന് ഉപയോഗിക്കുന്ന ബെഞ്ച് പ്രസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സൂട്ടിനും 20,000 രൂപ വിലയുണ്ട്. ഈ രണ്ടും തന്നെ ആയപ്പോ എത്രയായി? പിന്നെ നമ്മുടെ നീ ബാൻഡേജ്, മുട്ടിൽ നമ്മൾ കിട്ടുന്ന നീ ബാൻഡേജ് 2,000 രൂപ മുതൽ 5,000 രൂപ വരെ ആണ് അതിന്റെ വില. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ബെൽറ്റ്, ഇതിന് വേണ്ടിയിട്ട് അതിപ്പം അത് നമുക്ക് വീഡിയോയിൽ കാണിച്ചിട്ട് കാര്യമില്ല. അതിന്റെ ആദ്യം തന്നെ നമുക്ക് 5,000 രൂപ മുതൽ 19,000-20,000 രൂപ വരെയുള്ള ബെൽറ്റുകളുണ്ട് ഇതിന് ഉപയോഗിക്കാൻ. അപ്പൊ നമ്മുടെ റേറ്റ് കൂടുന്നതനുസരിച്ചാണ് ക്വാളിറ്റിക്ക് വ്യത്യാസം. ക്വാളിറ്റി
നല്ലതായിരിക്കും. നമ്മുടെ കയ്യിൽ കെട്ടുന്ന ഒരു റെസ്റ്റ് ബാൻഡിന് തന്നെ 500 രൂപ വില വരും. നല്ല ക്വാളിറ്റി നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇത്രയും സാധനങ്ങളാണ് നമ്മളെ മസ്റ്റ്. അത് എക്യുപ്പേഡ് ചെയ്യുമ്പോൾ ഇത്രയും സാധനങ്ങൾ മസ്റ്റാണ്. അപ്പൊ ഇത് ഇത്രയും ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ഉള്ളവരുടെ കൂടെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഇപ്പൊ ക്വാളിറ്റി അവര് ഇത്ര ഉണ്ടാവണം എന്നുള്ളതുണ്ടോ ഇല്ല, അങ്ങനൊന്നും പറയുന്നില്ല. ഇല്ല, അത് നമ്മുടെ സാമ്പത്തികത്തിന്റെ അനുസരിച്ച് നമ്മൾ എടുക്കുന്നു. ചിലപ്പോൾ നമ്മൾ 12,000 രൂപയുടെ ആയിരിക്കും നമ്മൾ എടുക്കുന്നത്. ചിലപ്പം അപ്പൊ ചിലപ്പോൾ 20,000 രൂപ ഉപയോഗിക്കുന്നതും ചിലപ്പം നമ്മളെക്കാൾ കൂടുതൽ വെയിറ്റ് ചെയ്തെന്നിരിക്കും. അതിന്റെ ഒരു വ്യത്യാസം അതിനകത്ത് വരുന്നുണ്ട്. നിങ്ങളുടെ ഇതെല്ലാം നിങ്ങൾ തന്നെയാണ് നമ്മൾ തന്നെയാണ് ചെയ്യേണ്ടത്, നമ്മൾ തന്നെയാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ ഇതൊരു കൊല്ലം അല്ല കേന്ദ്രീകരിച്ച് നമ്മളെ ജില്ലയെ പ്രതിനിധീകരിച്ച് പോകുമ്പോ ഇതിന് അതിന്റേതായിട്ടുള്ള ഫണ്ടോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അധികൃതരുടെ ഇതൊന്നും ഇല്ല. അപ്പൊ നിങ്ങൾ തന്നെയാണോ ഇത് അപ്ലൈ ചെയ്ത്? നമ്മൾ തന്നെയാണ് അത് അപ്ലൈ ചെയ്യുന്നതും നമ്മൾ തന്നെയാണ് ഇതെല്ലാം ചെയ്യുക. അതുകൊണ്ട് നമ്മൾ ഇടക്കാലം കൊണ്ട് ഇങ്ങനെ നിർത്തിവെക്കേണ്ടി വരുന്നത്, കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് ആളുകളുണ്ടല്ലോ. അപ്പൊ ഇതിന്റേതായ സംഘടനകളോ ഉണ്ട്. നമുക്കിവിടെ ജില്ലാ പവർ ലിഫ്റ്റിംഗ് അസോസിയേഷൻ ഉണ്ട്. അപ്പൊ അവര് വലിയ ശക്തമൊന്നും പറയുന്നില്ല. സംഘടന ശക്തമാവണമെങ്കിൽ അവർക്കും അതിന് സാമ്പത്തികം വേണം. ഇപ്പൊ നമ്മളൊരു ജില്ലാ മീറ്റ് ജയിച്ച് വരുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 10-12 കോമ്പറ്റീറ്റേഴ്സ് ആണ് ഓരോ കാറ്റഗറി അനുസരിച്ച്. ഫസ്റ്റും സെക്കൻഡും കിട്ടിയവർക്ക് നമുക്ക് സ്റ്റേറ്റ് ലെവലിലേക്ക് പോവാം. അപ്പൊ അവരെ കൊണ്ടുപോകാനുള്ള, അവരുടെ ചെലവ് വഹിച്ച് കൊണ്ടുപോകാനുള്ള ഒരു സാഹചര്യം ജില്ലാ അസോസിയേഷൻ കാണിക്കുന്നില്ല. വലിയൊരു ചെലവ് വരുന്നു. ഇപ്പൊ നമ്മൾ അവിടുന്ന് തന്നെ അതില് ജില്ലയിൽ നമ്മൾ പാസ്സായി, സ്റ്റേറ്റിന് പാസ്സായി കഴിഞ്ഞാൽ പിന്നെ പോകേണ്ടത് നാഷണലാണ്. അപ്പൊ നാഷണൽ പോകുമ്പോഴത്തേക്ക് സ്റ്റേറ്റ് പവർ ലിഫ്റ്റിംഗ് അസോസിയേഷൻ വേണം ഇത് ചെയ്യാൻ. നേരത്തെ അവർക്ക് ഫണ്ട് കൊടുത്തുകൊണ്ടിരുന്നതാണ്. ഇപ്പം കേന്ദ്ര സർക്കാർ ആ ഫണ്ടെല്ലാം സ്റ്റോപ്പ് ചെയ്തിരിക്കണം. കേന്ദ്രമായാലും കേരളമായാലും രണ്ടും സർക്കാരും. പക്ഷെ ചില നമ്മള് സ്പോർട്സ് കോട്ട എന്നൊക്കെ പറഞ്ഞു വരുന്നത് പോലെ നിങ്ങൾക്ക് ജോലി കാര്യങ്ങളിൽ ഇത് എത്രത്തോളം? ജോലി കാര്യങ്ങളിൽ ഇപ്പൊ നമുക്ക് പിന്നെ ജോലിക്കാരും നമ്മുടെ പ്രായങ്ങൾ കഴിഞ്ഞു പോയി. ഇപ്പം ജോലിക്കാരത്തിന് ഈ പവർ ലിഫ്റ്റേഴ്സിനും വെയിറ്റ് ലിഫ്റ്റേഴ്സിനൊക്കെ ഏറ്റവും കൂടുതൽ പിന്നെ ജോലി സാധ്യതയുള്ളത് ഒന്ന് റെയിൽവേ ആണ്. റെയിൽവേ സർവീസസ് ഇതിലൊക്കെ നമ്മുടെ ലിഫ്റ്റേഴ്സിനെ എടുക്കുന്നുണ്ട്. അവരുടെ ഒരു നാഷണൽ മീറ്റ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വിന്നർ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു 1-2 നാഷണൽ മീറ്റ് അറ്റൻഡ് ചെയ്ത് വരുമ്പോഴേ ഒരു വിന്നറായി കഴിയുമ്പോഴത്തേക്ക് അവർക്ക് ജോലി സാധ്യത 90% കിട്ടും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ഒരുപാട് പേര് തീർച്ചയായിട്ടും അങ്ങനെ ഒരുപാട് പേര് ജോലിയിൽ പ്രവേശിച്ച ആൾക്കാരും ഉണ്ട് നമ്മുടെ ഇതിൽ തന്നെ. കാലങ്ങൾ കൊണ്ട് കുറെ മാറ്റങ്ങൾ. അതേപോലെ ഇനി ഈ ഒരു എക്സസൈസ് ഒക്കെ ഒന്ന് പറയാം, എങ്ങനെയാണെന്ന് ചെയ്യുന്നതൊക്കെ? നമ്മുടെ വ്യായാമം രാവിലെ നമ്മൾ എണ്ണിക്കുന്നത്, നമ്മളെ പ്രഭാതകർമ്മങ്ങൾ കഴിയുന്നത് രാവിലെ. ഞാൻ പോകുന്നത് ഒരു ദിവസം 13 കിലോമീറ്റർ യാത്ര ചെയ്താണ് പോകുന്നത്. ഞാൻ താമസിക്കുന്നത് മാമുട്ടിക്കടവാണ്. ഞാൻ വർക്ക് ചെയ്യുന്നത് തട്ടാമലയാണ്. അപ്പൊ എല്ലാ ദിവസവും മുടങ്ങാതെ പോകുന്നുണ്ട്. ഞാൻ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്, കൂടെ ഉള്ളവരെ ചെയ്യിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ ജിമ്മിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് ഏറ്റവും കുറഞ്ഞ ഫീസിൽ ഏറ്റവും നല്ല പ്രതിഭകളെ വാർത്തെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ ജിമ്മിന്റെ ഒരു പ്രത്യേകത. അതെങ്ങനെയാ സ്ത്രീകൾക്ക് ഇപ്പം ഈ കഴിഞ്ഞ പ്രാവശ്യം വരെ പിന്നെ സ്റ്റേറ്റ് ഒരു നാഷണലിലും ദീപിക എന്ന് പറഞ്ഞൊരു പെൺകുട്ടി ഞാനാണ് ട്രെയിനിങ് കൊടുത്തത്. നമുക്ക് പിന്നെ നാഷണൽ ഗോൾഡ് മെഡൽ ഉണ്ടായിരുന്നു. അത് തൃച്ചിയിൽ വെച്ച് നടന്ന കഴിഞ്ഞ വർഷം. സാധാരണ വരുന്ന ഒരു വീട്ടമ്മയോ അല്ലെങ്കിൽ കുട്ടികളോ, ഇപ്പൊ കോളേജ് സ്കൂൾ കുട്ടികളൊക്കെ വരുമായിരിക്കുമല്ലോ അല്ലെ, വണ്ണം കൂടുതലായിട്ട് കുറയ്ക്കാൻ വരും, വണ്ണം കുറഞ്ഞവര് അതിന് നമ്മുടെ പ്രത്യേക ട്രെയിനിങ് ആണ് കൊടുക്കുന്നത്. സാറിന് അങ്ങനെയുള്ളവർക്ക് കൊടുക്കുന്ന ഒരു ഉപദേശം എന്താണ്? അല്ല, ഉപദേശം എന്ന് പറഞ്ഞാൽ വണ്ണം കൂടിയവർക്ക് മെയിനായിട്ട് കൊടുക്കുന്ന ആദ്യം ഭക്ഷണ ക്രമീകരണം തന്നെയാണ്. ആഹാര ക്രമീകരണം. വണ്ണം കുറഞ്ഞവർക്ക് അത് വണ്ണം കൂട്ടാനുള്ള ആഹാരം, അതിന്റെ നമ്മുടെ ഇപ്പം പോഷക സമൃദ്ധമായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ. ഇത് വേറെ കാര്യമുണ്ട് മേഡം, നമ്മൾ വർക്കൗട്ട് ചെയ്ത് വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആഹാരം കഴിച്ചിട്ടുണ്ട്. അത് പണിയെടുക്കുന്നോണ്ടുള്ള വിശപ്പാണോ? ഇനി പണിയെടുക്കുന്നതുകൊണ്ടുള്ള ഉള്ളുകൊണ്ടുള്ള വിശപ്പ് തന്നെയാണ്. തീർച്ചയായും ഞങ്ങളൊക്കെ കോസ്റ്റ്യൂമൊക്കെ കഴിച്ചു വെക്കുമ്പോഴത്തേക്ക് ഒരു ആനത്തിനുള്ള വിശപ്പായിട്ടായിരിക്കും വീട്ടിലോട്ട് വന്നത്. നമ്മളൊക്കെ പണ്ട് ഇങ്ങനെ ആഹാരം കഴിക്കാതിരിക്കുമ്പോ വീട്ടിലെ അമ്മ പറയും വല്ല ജോലിയൊക്കെ ചെയ്യണം, അപ്പൊ വിശപ്പ് തന്നെ വരും. കാരണം നമ്മള് 1 മണിക്കൂർ ചിലപ്പോൾ നമ്മുടെ സ്റ്റാർട്ടിങ്ങിൽ ഒരു പുതുതായിട്ട് വരുന്ന ഒരു വ്യക്തിക്ക് ആകെ ഒരു അരമണിക്കൂറായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. അരമണിക്കൂർ കഴിയുമ്പോൾ പിന്നെ 2 കഴിയുമ്പോഴത്തേക്ക് പിന്നെ അത് 3/4 മണിക്കൂറോ പിന്നെ 1 മണിക്കൂറോ പിന്നെ അവർ കറക്റ്റ് വർക്കൗട്ട് കാര്യങ്ങൾ ചെയ്ത് 1.5 മണിക്കൂർ ഒരു നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്ത് വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വിഷപ്പ് ആയിക്കോളും. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും അതൊരു നമ്മൾ ഇത്രയും ചെയ്തിട്ട കുട്ടികൾ അതനുസരിച്ച് വരുന്നില്ല എന്ന് തോന്നൽ വരാറുണ്ടോ? അങ്ങനെ തോന്നൽ വരാറൊന്നുമില്ല. ഇപ്പൊ പിന്നെ എല്ലാ കുട്ടികളും കൂടുതലും എല്ലാം യൂട്യൂബ് നോക്കിയുള്ള പരിപാടികളാണ്.
അത് അർണോൾഡും അത് നിങ്ങളുടെ അതുമായിട്ട് വലിയ വ്യത്യാസമായിരിക്കും. അല്ല, നമ്മള് നാച്ചുറൽ ട്രെയിനിങ് ആണല്ലോ കൊടുക്കുന്നത്. ഇവർ ഈ അർണോൾഡും മറ്റവരൊക്കെ ചെയ്ത് മസിൽ പെരുപ്പിച്ച് വെച്ചേക്കുന്ന ആ രീതിയിൽ വന്ന് കണ്ടിട്ട് അതേപോലെ ചെയ്ത് ഒരു മാസത്തിനകത്ത് അതുപോലെ ആവണം എന്ന് വിചാരിച്ചു. ശരിക്കും അതൊക്കെ ആവണമെങ്കിൽ എത്ര നാളെടുക്കും? തീർച്ചയായിട്ടും ഒരു 3 വർഷം നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് തീർച്ചയായിട്ടും അങ്ങനെ വരുത്തുള്ളൂ. പിന്നെ ഇപ്പോഴത്തെ സപ്ലിമെന്റിന്റെ കാര്യങ്ങളുണ്ട്. പലപ്പോഴും പല ജിമ്മിലും കേൾക്കുന്നതാണ് അവർ കൊടുക്കുന്ന പ്രോട്ടീൻ പൗഡർ അനാവശ്യമായ ഫുഡുകൾ കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അത് ബുദ്ധിമുട്ടാണ്. അത് ഇപ്പോഴത്തെ ചെറുപ്പത്തിന്റെ ഇത് വെച്ചിട്ട് അവർക്ക് അതിലൊരു വലിയ വിഷയമായി അവരെടുക്കാറില്ല. പക്ഷെ കാലക്രമേണ പോകുന്തോറും അത് അവർക്ക് അപകടത്തിലേക്ക് തന്നെ ആയിരിക്കും പോകുന്നത്. ഇപ്പൊ ഇനി കുട്ടികൾ ഈ പവർ ലിഫ്റ്റിംഗിലേക്കോ ബോഡി ബിൽഡർ ആവണം എന്നൊക്കെ പറഞ്ഞു വരുവാണ്. എത്രത്തോളം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ഈ ഒരു മേഖലയിൽ? ഞങ്ങൾ 100% ഞങ്ങളുടെ ജിമ്മിൽ ഞങ്ങൾ പ്രോത്സാഹനം കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ ഇപ്പൊ തന്നെ നമ്മുടെ മെനഞ്ഞാന്ന് ജവഹർ ബാലഭവനിൽ വെച്ച് നടന്ന ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പിൽ എന്റെ ജിമ്മിൽ നിന്നുള്ള, എന്റെ ജിമ്മിൽ ഞാൻ പറഞ്ഞെങ്കിലും ഞാൻ ട്രെയിനിങ് കൊടുക്കുന്ന എന്റെ ജിമ്മിൽ നിന്നുള്ള 3 പേർക്ക് പ്രൈസാണ്. അവര് ഒരു ഇതായിട്ടല്ല, അവര് തുടങ്ങിയതേ ഉള്ളൂ. എന്നാലും അവരുടെ കഴിവുകൊണ്ട് അവര് ചെയ്തു. അതിന് പ്രത്യേകിച്ച് പോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ പറഞ്ഞു കൊടുത്ത് അവരിറങ്ങി അവർ 3 പേർക്കും പ്രൈസ് തന്നു. എങ്ങനെയായിരുന്നു ആദ്യകാലങ്ങളിൽ? വീട്ടിൽ നിന്ന് നല്ല പ്രോത്സാഹനമായിരുന്നു? വീട്ടിൽ നിന്ന് പ്രോത്സാഹനമൊന്നുമില്ല, അങ്ങനെ പ്രത്യേക പ്രോത്സാഹനം കാര്യമൊന്നുമല്ല. നമ്മള് ജിമ്മിൽ എക്സസൈസ് എടുക്കാൻ പോകുന്ന രീതിയിൽ പോവാണ്. പിന്നെ ഈ സ്റ്റേറ്റ് ലെവലൊക്കെ മത്സരത്തിനൊക്കെ പോയിട്ട് വരുമ്പോഴത്തേക്ക് വീട്ടിൽ നിന്നുള്ള പ്രോത്സാഹനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ പിന്നെ മരുമക്കളാണ് ഏറ്റവും കൂടുതൽ പ്രചോദനം തരുന്നത്. മക്കളും മരുമക്കളുമാണ്. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ചെയ്യുമ്പോൾ പ്രായം കുറഞ്ഞുകൊണ്ടേ ഇരിക്കും. തീർച്ചയായിട്ടും. എനിക്കിപ്പോ എത്ര വയസ്സായെന്ന് പറയും? മരുമക്കളുണ്ടെന്ന് പറയില്ല. 5 ഇപ്പൊ 6 കൊച്ചുമക്കളുമായി. അപ്പൂപ്പനാണ്. അതാണ് കേട്ടോ, ഇതൊക്കെ ചെയ്യണം കേട്ടോ. നമ്മള് വർക്കൗട്ട് ചെയ്യുന്ന നമ്മുടെ മനസ്സ് വെച്ച് നമ്മൾ വർക്കൗട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരുവിധം നമ്മൾ അസുഖങ്ങളിൽ നിന്നും മറ്റു കാര്യത്തിനൊക്കെ മുക്തി നേടാൻ പറ്റും. ഞങ്ങൾ അവിടെ ദൂരം കുറയ്ക്കാൻ പറ്റും. നമ്മൾ അവിടെ തന്നെ ഒരു ഡോക്ടർ വരുന്നുണ്ട്. ഡോക്ടേഴ്സ് തന്നെ 2 പേര് വരുന്നുണ്ട്. അദ്ദേഹം പിന്നെ ഷുഗറിന് മരുന്ന് അങ്ങോട്ട് കൊടുക്കുന്ന വ്യക്തിയാണ്. പക്ഷെ പുള്ളി വന്ന് വർക്കൗട്ട് ചെയ്ത് തുടങ്ങിയ ശേഷം പുള്ളിയുടെ ഷുഗർ ലെവൽ ഒരുപാട് താഴോട്ട് പോയിരുന്നു. ഇപ്പൊ ഡോക്ടേഴ്സും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുവാണല്ലോ വർക്കൗട്ട് ചെയ്യാനാണ്. അതെ, ഇപ്പൊ നമ്മൾ എക്സസൈസ് കൂടുതൽ ചെയ്യാനാണ് അവർ പറയുന്നത്. പിന്നെ വന്ന് നമ്മള് ഒരു നടക്കാന്ന് പറയുമ്പോഴത്തേക്ക് ചിലര് നടക്കുന്നത് പോലും പലർക്കും അറിയില്ലല്ലോ. അതൊരു കാര്യമാണ്. ഈ നമ്മൾ നടക്കുക എന്ന് പറഞ്ഞിട്ട് നടന്നത് കൊണ്ട് മാത്രം നമ്മളൊരു ബോഡി വെയിറ്റ് കുറയോ ഒന്നും ചെയ്യാറില്ല. പക്ഷെ നടന്നു കഴിഞ്ഞ് വന്ന ശേഷം അതിന്റെ കൂടെയുള്ള കുറച്ച് സപ്പോർട്ട് എക്സസൈസിലൂടെ ചെയ്യും. എങ്കിൽ മാത്രമേ നമ്മുടെ ബോഡി വെയിറ്റ് കുറയത്തുള്ളൂ. അല്ലാതെ നമ്മളിപ്പോ 1 കിലോമീറ്റർ നടക്കാൻ പറഞ്ഞ് 1 കിലോമീറ്റർ നടന്ന് നേരെ അങ്ങ് വീട്ടിൽ പോവുക. അതിന്റെ കൂടെ നമ്മുടെ തൈസ് മസിലിന് ഉള്ള വർക്കൗട്ടുകള്, പിന്നെ അതുപോലെ കാഫ് മസിലിന്, അതുപോലെ നമ്മുടെ ബട്ടക്സിന്, ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള കുറെ എക്സസൈസുകളുണ്ട്. അത് ഫ്രീ എക്സസൈസ് ആണ്. വെയിറ്റ് ട്രെയിനിങ് ഇല്ലാതെ തന്നെ, വെയിറ്റ് ഇല്ലാതെ തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്യാവുന്ന കുറെ വർക്കൗട്ടുകളാണ് ഇതൊക്കെ. ഒരു ദിവസം പെട്ടെന്ന് ഇതെല്ലാം ചെയ്താൽ കിടന്നു പോകും. ഒരു ദിവസം ഒരിക്കലും നമ്മൾ അങ്ങനെ ആരെയും കിടത്തത്തുമില്ല, ഒരു സമയം ചെയ്യിക്കത്തുമില്ല. അതല്ലേ പറഞ്ഞു, ആദ്യത്തെ ദിവസം നമ്മൾ 15-20 മിനിറ്റ് ആയിരിക്കും കൊടുക്കുന്നത്. കാരണം നമ്മൾ ഫസ്റ്റിലെ വർക്കൗട്ട് ചെയ്യുന്ന ഒരു വ്യക്തി വർക്കൗട്ട് നല്ല രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം എണ്ണിക്കത്തില്ല. നല്ല പെയിൻ ആയിരിക്കും. പിറ്റേ ദിവസം കഴിവൊന്നും വരാൻ പറ്റത്തില്ല. പിന്നെ ചിലർക്ക് പെട്ടെന്ന് പനി പിടിക്കും. ശരീരം അനങ്ങാതിരുന്ന് ശരീരം ബോഡി ഇളകുമ്പോൾ ഉണ്ടാകുന്ന അത് വെച്ച് ചിലർ വൊമിറ്റ് ചെയ്യും. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളും വരും. ഒരു കാര്യം കൂടി ചോദിച്ചിട്ട് നമ്മുടെ പരിപാടി വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ട് ഒരു കാര്യം, അതായത് നമ്മൾ ഇപ്പോ സാറിനെ പോലെ ഇപ്പോ എന്താ പറയാ ബോഡിയൊക്കെ വളരെ ഫിറ്റ് ആണ്. കാലങ്ങൾ കഴിഞ്ഞ് ഇത് ചെയ്യാതായി കഴിയുമ്പോഴത്തേക്ക് ഉണ്ടാവുന്ന ഒരു പ്രശ്നം എന്തായിരിക്കും? ചെയ്യാതായി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അത് നമ്മൾ എന്തായാലും ചെയ്യാതിരിക്കത്തില്ല. ഇങ്ങനെ ചെയ്യുന്നവരിപ്പം ഞാനിപ്പോ ചേട്ടന്റെ കാര്യമല്ല, നമ്മളിപ്പോ ചെയ്യുന്ന കുട്ടികളാണെങ്കിലും വലിയ പ്രായമാകാത്തവരാണെങ്കിലും ഇപ്പൊ നല്ല ഫിറ്റ് ബോഡിയാണ് കാണുന്നത്. പക്ഷെ ഒരു കുറച്ച് നാള് 2 വർഷം കഴിഞ്ഞ പിന്നെ അവർ ചെയ്യുന്നില്ല. പിന്നെ അവരുടെ ലൈഫ് സ്റ്റൈലേ മാറുവാണെങ്കിൽ എന്തായിരിക്കും ബോഡിയിൽ ഉണ്ടാവുന്നത്? ബോഡിയിൽ ഒരുപാട് മാറ്റങ്ങൾ വരും. ഒരുപാട് മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ആ പഴയ ശരീരത്തിൽ നിന്നും വീണ്ടും വയറ് ചാടും. പിന്നെ ഉണ്ടായിരുന്ന സൗന്ദര്യം എല്ലാം പോകും. സൈഡ് വേസ്റ്റ് ചാടും. കാരണം നമ്മള് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കഴിക്കുന്ന അതേ ഫുഡ് തന്നെ ആയിരിക്കും വർക്കൗട്ട് നിർത്തുമ്പോഴും കഴിക്കുന്നത്. വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ അതിനെ കണ്ടിന്യൂ ചെയ്ത് നമ്മൾ വർക്കൗട്ടിനകത്തൂടെ തന്നെ അതിന്റെ ശരീരത്തെ പ്രവർത്തിക്കുന്നുണ്ട്. മറ്റേ ഒരു പ്രവൃത്തിയില്ല, ഇരുന്ന് തിന്നുമ്പോൾ ഉണ്ടാവുന്ന വ്യത്യാസം അതെന്തായാലും അത് കാണും. പെട്ടെന്ന് വയസ്സാവുന്ന മാത്രമല്ല പിന്നെ അതിൽ നിന്ന് ഒരുപാട് അസുഖങ്ങൾ നമുക്കുണ്ടാവും. ഈ ആഹാരം കഴിക്കുന്നതിനകത്ത് നമ്മുടെ പിന്നെ ഇപ്പോഴത്തെ ഈ ഫാറ്റ്
ഫുഡൊക്കെ കഴിക്കുമ്പോഴത്തേക്ക് വർക്കൗട്ട് ചെയ്യുമ്പോഴത്തേക്ക് അതിനെ കുറച്ചുകൊണ്ട് വരും. വർക്കൗട്ട് ഇല്ലായിരുന്ന ഭക്ഷണം കൂടുതൽ കഴിക്കുമ്പോൾ അവസ്ഥ പിന്നെ പറയേണ്ട കാര്യമില്ല. ശരി, എന്തായാലും ഉള്ളിലൊരു കലാ ആസ്വാദകനുണ്ടോ അതോ കലാകാരനാണോ ഗായകനാണോ? അങ്ങനത്തെ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നു, ഇതുമായിട്ട് ജനങ്ങൾ മുന്നോട്ട് പോകാനാണ് ആഗ്രഹം. പിന്നെ ഇപ്പൊ നമുക്ക് എന്നാലും ഇതിനിടയിൽ പാട്ടൊക്കെ കേട്ടുകൊണ്ടാണോ എങ്ങനെ? അല്ല, അത് നമുക്കവിടെ സെറ്റും കാര്യങ്ങളൊക്കെ അടിപൊളി പാട്ട് ഇടണം കേട്ടോ. അല്ല, അതങ്ങനെ അതൊരു കാര്യമുണ്ട് മാഡം. അത് ഇപ്പൊ ചിലര് പല വ്യക്തികളാണ് വരുന്നത്. ചിലർക്ക് അടിപൊളി പാട്ട് കേൾക്കാൻ താല്പര്യമുള്ളവരുണ്ടാവും, ചിലർക്ക് മെലഡി ആയിട്ടുള്ള പാട്ടുകൾ കേൾക്കാനായിരിക്കും, ചിലർ സൈലന്റ് ആയിട്ട് ചെയ്യാറുള്ളത്. അപ്പൊ അങ്ങനെ ഇപ്പൊ എല്ലാവരും ഹെഡ്സെറ്റ് ആണല്ലോ. ഇപ്പൊ അവരവരുടെ രീതിയിലുള്ള പാട്ട് കേൾക്കാനുള്ള അവരായിരിക്കും. പിന്നെ ഓപ്പൺ ആയിട്ട് നമ്മൾ അവിടെ ഒരു ഇത് വെച്ചിട്ടുണ്ട്, അവിടെ നമ്മളത് വർക്കൗട്ട് ചെയ്യും. എനിക്ക് സാധാരണ നമ്മൾ ചെയ്യുന്ന മെലഡി പഴയ ഗാനങ്ങളോട് അങ്ങനെ പാടാറുണ്ട്. എന്റെ പിന്നെ പാടെന്ന് പറഞ്ഞാൽ എന്റെ ചേട്ടൻ സിംഗർ ആയിരുന്നു. പുള്ളി 5-6 സിനിമയിലൊക്കെ പാടിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേര് കൊല്ലം മോഹൻ എന്ന് പറയും. പിന്നെ നമ്മുടെ ഗാനമേള വർഷങ്ങളായിട്ട് ഗാനമേള ട്രൂപ്പായിട്ട് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഇപ്പം പുള്ളിയുടെ ഇപ്പം പിന്നെ സംഗീത സംവിധായകൻ കൂടിയാണ്. എനിക്ക് വലിയ കുടുംബമാണ്. എനിക്ക് സ്വന്തമായിട്ട് എനിക്ക് 2 മക്കളാണ്. പക്ഷെ നിലവിൽ 5 മക്കളുണ്ട്. അതായത് വൈഫിന്റെ ചേച്ചിയുടെ 3 മക്കളോട് ഉണ്ട്. അവര് ചെറുപ്പത്തിൽ തന്നെ മക്കളുടെ ചെറുപ്പത്തിൽ തന്നെ ചേട്ടനും ചേച്ചിയും മരണപ്പെട്ടായിരുന്നു. അങ്ങനെ ആ മക്കളും കൂടെ ചേർന്ന് ഇപ്പം 5 മക്കളുടെ അച്ഛനാണ്. അതിൽ നിന്ന് തന്നെ 6 കൊച്ചുമക്കളും ആയിട്ട് സന്തോഷകരമായ ഒരു കുടുംബമായിട്ട് മുന്നോട്ട് പോകുന്നു. എന്റെ വൈഫിന്റെ പേര് അമ്പിളി. അപ്പം അമ്പിളി ചേച്ചിയും വലിയൊരു കുടുംബവും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന നമ്മളെ സ്ട്രോങ് മാൻ ആണ് നമ്മളെ രാധാകൃഷ്ണൻ ചേട്ടൻ. വളരെ സന്തോഷം ചേട്ടാ, ഇത്ര നേരം സംസാരിക്കാൻ സാധിച്ചതില്. അപ്പൊ ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ കേട്ടോ, ഇനിയും പല ചാമ്പ്യൻഷിപ്പ് ഇനി പങ്കെടുക്കാനുണ്ടല്ലേ? വർഷാവർഷം പങ്കെടുത്തോണ്ടിരിക്കുക. കാരണം ഇടയ്ക്ക് നിർത്തിയപ്പോഴത്തേക്ക് വീണ്ടും ഈ മരുമക്കളാണ് ഇപ്പൊ എനിക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായിട്ട് നിൽക്കുന്നത്. ഇപ്പൊ തന്നെ ഗോവയിൽ പോകുന്നതിന് വേണ്ടിയിട്ട് ഉള്ള സാമ്പത്തികപരമായിട്ടുള്ള പുത്തൻ മരുമോൻ ബൈജു, അയാളാണ് സഹായിക്കുന്നത്. ഞാൻ വേണ്ടാന്ന് പറഞ്ഞിട്ട് പോണ്ടെന്ന് വിചാരിച്ചാണ്. പിന്നെ നമുക്ക് ഭയങ്കര സാമ്പത്തിക ചെലവാണ് മേഡം. നമ്മുടെ കേരളം വിട്ട് അല്ലെങ്കിൽ നമ്മുടെ ജില്ല വിട്ടു പോകുമ്പോഴുണ്ടാവുന്ന സാമ്പത്തിക ചെലവ് ഭയങ്കരമാണ്. ഒരു റൂം എടുക്കണമെങ്കിൽ തന്നെ 2500 രൂപ, ചിലപ്പോൾ 4 ദിവസം, ചിലപ്പോൾ 3 ദിവസമൊക്കെ റൂം എടുക്കാം. പിന്നെ അവിടുത്തെ ഭക്ഷണം, പിന്നെ നമ്മുടെ ട്രാവൽ, ഇതെല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് ഒരു പോയിട്ട് വരുമ്പോൾ ഒരു 10-15-20 രൂപ ഏകദേശം നമുക്ക്. ഈ പുറത്ത് അവിടുത്തെ ഒരു പ്രധാന ചോദ്യം, ജില്ല വിട്ടോ അല്ലെങ്കിൽ നമ്മളെ കേരളം വിട്ടോ പോകുമ്പോഴുള്ള ഫുഡും നമുക്ക് പ്രശ്നമാവും. ഞങ്ങൾ ഈ ഡിസംബറിൽ ഞങ്ങൾ മഹാരാഷ്ട്രയിൽ പോയപ്പോഴത്തേക്കാണ് ഞങ്ങൾ അതിന്റെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിച്ചത്. കാരണം ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവർ ഫ്രീ ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. അവിടെ ചെല്ലുമ്പോഴത്തേക്കുള്ള അക്കോമഡേഷൻ എന്ന് പറയുന്നത് ഒരു ഹാളാണ്. ഈ ഹാളിനകത്ത് നമ്മള് എന്താ പണ്ട് പറയുന്ന മനോരമയ്ക്കകത്ത് കിടന്നുറങ്ങിയെന്ന് പറയുന്നത് മനോരമ മാതൃഭൂമിയൊക്കെ വിരിച്ച് കിടന്നതെന്ന് പറയുന്നത് പോലെ നമ്മുടെ ബെഡ്ഷീറ്റ് വിരിച്ച് അവിടെ കിടക്കണം. ഇതാണ് അക്കോമഡേഷൻ അവരത്. പിന്നെ അവരുടെ രാവിലത്തെ പറഞ്ഞാൽ എന്താണ് അതിന് അവരൊരു ഭാഷ, ഒരു പേര് പറയും. നമ്മളിവിടെ അവലെന്ന് പറയും. ഇല്ല, അവല് നനച്ച് ഇങ്ങനെ ഒരു നമ്മുടെ എന്തോ മീൻ പിന്നെ ഇറച്ചിക്കറി ഉണർന്ന ക്വാർട്ടർ പ്ലേറ്റ് ഉണ്ടല്ലോ, ആ ഒരു പ്ലേറ്റിനകത്താണ് രാവിലെ തരുന്നത്. ഇതും കഴിച്ചിട്ട് വേണം നമ്മൾ പോയി വെയിറ്റ് ചെയ്യാൻ. അപ്പൊ നമുക്കത് നമ്മൾ സാധാരണ ചെയ്യുന്നത് വെച്ചാൽ നല്ല രീതിയിൽ രാവിലെ വർക്കൗട്ട് കഴിഞ്ഞ് വന്നാൽ നന്നായിട്ട് ആഹാരം കഴിക്കും. പിന്നെ ഉച്ചയ്ക്കും ഇത് പറഞ്ഞ കണക്ക് ഇത് ഇത്രയുള്ള ഇതിനൊരു തമാശ രൂപത്തിൽ പറയാന്നുണ്ടെങ്കിൽ നമ്മുടെ ഉഷാ ഉതുപ്പ് മഠത്തിന്റെ പൊട്ടിന്റെ വലിപ്പത്തിൽ അത്രയുള്ള ഒരു 4 പൂരി, പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് റൈസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റൈസ് അല്ല, അവരുടെ അറിയാമല്ലോ വടക്കേണ്ടക്കാരിലെ അതിന്റെ പൊന്നിയരി പോലത്തെ റൈസ്. ഇതൊക്കെയാണ് കഴിക്കുന്നത്. നമുക്ക് പൊതുവെ അത് പറ്റാത്തതായിരുന്നു. ഇതൊക്കെ പിന്നെ നമ്മൾ ചെയ്യുന്ന വെച്ചാൽ പിന്നെ പുറത്തിറങ്ങി വന്നിട്ട് അപ്പോഴത്തേക്കും നമ്മുടെ പൈസ കൊടുത്ത് നമ്മൾ ആവശ്യമുള്ള ആഹാരം കഴിക്കണം. അതാണ് അവിടെ വരുന്നത്. അത് ചിലപ്പോൾ ഞാൻ പറഞ്ഞത് നമുക്ക് വെളിയിൽ പോകുമ്പോ ആ ഫുഡ് ചിലപ്പോൾ വയറ്റിന് പിടിക്കാതെ വരും. അതാണ് ഏറ്റവും കൂടുതൽ മത്സരത്തിന് നമ്മളെ ബാധിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ഈ ആഹാരമാണ്. കാരണം ഫുഡ് കറക്റ്റ് ആയിട്ട് തിന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വെയിറ്റ് എടുത്തുകൊണ്ട് അറിയാമല്ലോ. ഞാൻ മാഡത്തിന് സ്കോട്ട് ഞാൻ അയച്ചു തന്നായിരുന്നു. ആ സെറ്റ് ചെയ്യുന്ന സമയത്തൊന്ന് ആലോചിച്ച് നോക്കി എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ. അങ്ങനെ ബുദ്ധിമുട്ട് ഇല്ല, ഇതുവരെ വന്നിട്ടില്ല. പക്ഷെ അങ്ങനെ വന്നിട്ടുള്ളവരുണ്ട്, നമ്മുടെ കൂടെ പോയിട്ടുള്ളവർക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഫസ്റ്റ് അറ്റംപ്റ്റ് ചെയ്തിട്ട് പിന്നെ ഓടേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരും. ആഹാരം നമുക്ക് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ
അങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. ഒരുപാട് പ്രശ്നങ്ങൾ താണ്ടിയാണ് ഇത്ര നമ്മൾ കേൾക്കുമ്പോൾ നിസ്സാരം ചാമ്പ്യൻ ആണെന്നൊക്കെ കേൾക്കും, പക്ഷെ അവരുടെ അതിന്റെ പിന്നില് എത്ര സ്ട്രഗിൾ ചെയ്താണ് അവിടെ വരെ എത്തുന്നത്. പ്രധാന പ്രശ്നമാണ് നമ്മുടെ ജില്ല വിട്ടാലുള്ള ഒരു ഫുഡ്, അല്ലെ? നമ്മുടെ വീട് വിട്ടാൽ തന്നെ ഉള്ള വീട് വിട്ടാൽ തന്നെ പ്രശ്നങ്ങളാണ്. ഫുഡ് കഴിക്കുന്നതിനകത്ത് നമുക്ക് ഒരുപാട് വിഷയങ്ങളുണ്ട്. എന്താണെങ്കിലും നല്ല സ്ട്രോങ് മാനായിട്ടിരിക്കുക. ഇനി ഒരുപാട് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കട്ടെ, ഇനി ഒരുപാട് അംഗീകാരങ്ങൾ കിട്ടട്ടെ. അതെല്ലാം കേൾക്കാൻ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നു, ആഗ്രഹിക്കുന്നു. വലിയ അംഗീകാരങ്ങളുടെ ഒരു ഉടമസ്ഥനായിട്ട് കൊല്ലത്തിന് അഭിമാനമായി നിലനിൽക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. ഓക്കെ മാഡം, എനിക്ക് ഞാനൊരു ഇന്റർവ്യൂ തരാൻ സന്മനസ് കാണിച്ച നമ്മുടെ ബെൻസീർ FM-ന് എന്റെ കുടുംബത്തിന്റെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. വളരെ സന്തോഷം. അപ്പോൾ നമ്മളോടൊപ്പം ഇത്രയും നേരം ഉണ്ടായിരുന്നത് പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻ ആയിരുന്ന 1984 മുതൽ ഇപ്പോൾ വരെയാണ്, പക്ഷെ അതിൽ 2017 സ്ട്രോങ് മാൻ ഓഫ് കൊല്ലം അല്ലെ ആയിരുന്ന നമ്മുടെ രാധാകൃഷ്ണൻ ബാഹുലേയൻ ചേട്ടനായിരുന്നു. ഒരിക്കൽ കൂടി കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിന്റെ നന്ദി അറിയിക്കുന്നു. അദ്ദേഹത്തിനോടൊപ്പം പരിപാടിയിൽ നിന്നും ഇവിടെ പറയുന്നു ശ്രീലക്ഷ്മി MS.